ഹലോ എവരിവൺ, നമ്മൾ നോക്കാൻ പോകുന്ന ലീഡ് കോഡ് ക്വസ്റ്റ്യൻ 198 ആണ്. ഹൗസ് റോബർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കോൺസെപ്റ്റ് വെച്ച് നമുക്ക് ധാരാളം പ്രോബ്ലം ചെയ്യാം. ഇതുപോലെ തന്നെ ഹൗസ് റോബർ 1, ഹൗസ് റോബർ 2 എന്ന് പറഞ്ഞ വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ഈസി ചെയ്യാൻ പറ്റും. ഈ കോൺസെപ്റ്റ് കുറച്ച് ടൈം എടുക്കും. അപ്പം ഇതൊന്ന് മനസ്സിലായ ഈ ഒരു രീതി വെച്ച് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇത് ഡൈനാമിക് പ്രോഗ്രാമിംഗ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. സെറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ് ദ ഷോ. അപ്പം ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഹൗസസ് തന്നേക്കും. അതായത് 1, 2, 3 ഇതിൽ നിന്ന് നമുക്ക് എത്ര റോബ് ചെയ്താലും എവിടെ നിന്നൊക്കെ റോബ് ചെയ്താലാണ് മാക്സിമം കിട്ടുന്നതെന്നാണ് നോക്കുന്നത്. മാക്സിമം എവിടെ ഇതിൽ നിന്ന് ഫുള്ള് റോബർ ചെയ്താൽ നമുക്ക് എത്രയാണ് മാക്സിമം നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നതാണ്. മാക്സിമം റോബ് ചെയ്താൽ കിട്ടുന്നത് ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ബട്ട് നമ്മൾ റോബ് ചെയ്യുമ്പം കുറച്ച് നിയമങ്ങളുണ്ട്. നമ്മൾ ഒരു വീട്ടിൽ നിന്ന് ഫസ്റ്റ് ടൈം ഒരു വീട്ടിൽ നിന്ന് റോബ് ചെയ്താൽ അത് കഴിഞ്ഞ് ഒരു അഡ്ജസൻറ്റ് കഴിഞ്ഞിട്ടേ നമുക്ക് നെക്സ്റ്റ് റോബ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ഇവിടെ നിന്ന് റോബ് ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 1 ഉണ്ട്. അതായത് നമ്മൾ 1ൽ നിന്ന് ഇപ്പം റോബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഈ 3നെ റോബ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രോഫിറ്റ് മാക്സിമം പ്രോഫിറ്റ് 4 ആണ്. അതുപോലെ നമ്മളിവിടെ 2ൽ നിന്ന് റോബ് ചെയ്ത് ഫസ്റ്റ് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ 1ന് റോബ് ചെയ്യാം, അല്ലെങ്കിൽ 2ന് റോബ് ചെയ്യാം. 2ന് റോബ് ചെയ്താൽ പിന്നെ നമുക്ക് ഇങ്ങോട്ടേ റോബ് ചെയ്യാൻ പറ്റും. 1ന് റോബ് ചെയ്താൽ പിന്നെ 2ലോട്ട് റോബ് ചെയ്യാൻ പറ്റത്തില്ല. 2ന് റോബ് ചെയ്താൽ അതിന് നെക്സ്റ്റ് അടുത്ത് വരുന്ന വീട്ടിൽ നിന്ന് നമുക്ക് റോബ് ചെയ്യാൻ പറ്റൂല. ആ വീട് കഴിഞ്ഞൊരു നെക്സ്റ്റ് വീട്ടിൽ നിന്ന് റോബ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഇത്. അതായത് നമ്മളിപ്പം ഒരു വീട്ടിൽ നിന്ന് റോബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് റോബ് ചെയ്താൽ വെറുതെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവിടെ നിന്ന് റോബ് ചെയ്താൽ നമുക്ക് പിന്നെയും മറ്റേ വീട്ടിൽ നിന്ന് പോയെന്നും പറഞ്ഞ് നെക്സ്റ്റ് പെട്ടെന്ന് നമുക്ക് പിടിക്കാനുള്ള ഒരു ഇത് കിട്ടൂല. അതുപോലെ ആണ് ഇവിടെയും പറയുന്നത്. നമ്മൾ റോബ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് റോബ് ചെയ്യത്തില്ല, അതിൻ്റെ നെക്സ്റ്റ് വീട്ടിൽ പോയിട്ട് നമ്മൾ റോബ് ചെയ്യത്തുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യും? ഇതൊരു ഡിസിഷൻ മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഡൈനാമിക് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമുക്ക് മാക്സിമം കിട്ടി. ഇപ്പം ഈ 2ഉം 1ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 2, 3 ആണ് മാക്സിമം കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് 2ന്ന് റോബ് ചെയ്ത് കിട്ടി. പിന്നെ 3ന്ന് റോബ് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് അത് ഈ തൊട്ട് വീട് അടുത്തുള്ള വീടുകളിൽ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഹൗസ് ഇല്ല. അപ്പോൾ 3ന്ന് റോബ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 1ന്ന് റോബ് ചെയ്ത് നമുക്ക് 3ന്ന് റോബ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെയും റോബ് ചെയ്യാം. അപ്പം ഇവിടെ നമുക്ക് കിട്ടുന്നത് 1 + 1 2 ആണ് കിട്ടുന്നത്. അതും നമുക്ക് പറ്റത്തില്ല. അപ്പൊ ഇതിനകത്ത് ഏറ്റവും മാക്സിമം 4 ആണ്. അതായത് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് 0ന്ന് തുടങ്ങി നമുക്ക് വേണമെങ്കിൽ 1ലോട്ടും പോവാം, അല്ലെങ്കിൽ നമുക്ക് 2ലോട്ടും പോവാം. അതായത് 0 തുടങ്ങിയപ്പോൾ നമ്മൾ 1ന്ന് റോബ് ചെയ്ത് 1ന്ന് റോബ് ചെയ്തില്ലെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ 2ന്ന് റോബ് ചെയ്യാം. ഒന്നെങ്കിൽ 1ന്ന് റോബ് ചെയ്യാം, അല്ലെങ്കിൽ 2ന്ന് റോബ് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒന്നിന്ന് റോബ് ചെയ്ത് തുടങ്ങാൻ പറ്റും. ഒന്നെങ്കിൽ 1ന്ന് തുടങ്ങാം, അല്ലെങ്കിൽ 2ന്ന് തുടങ്ങാം. ഇപ്പം നമ്മൾ 1ന്ന് തുടങ്ങിയാൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് വരയ്ക്കാം, അത് സ്ഥലമില്ല. അതായത് ഇപ്പം തുടങ്ങി ഫസ്റ്റ് നമ്മൾ 1ന്ന് തുടങ്ങാം, അല്ലെങ്കിൽ 2ന്ന് തുടങ്ങാം. ഇപ്പം 0 തുടങ്ങിയാൽ ഒന്നെങ്കിൽ 1ന്ന് തുടങ്ങാം, 2ന്ന് തുടങ്ങാം. പിന്നെ 1ന്ന് തുടങ്ങി അല്ലെങ്കിൽ ഇവിടെ ഓപ്ഷൻ 2 ആണ്. അപ്പോൾ 1ന്ന് ഞാൻ റോബ് ചെയ്ത് തുടങ്ങിയാൽ എനിക്ക് ഉള്ള ഓപ്ഷൻ ഇവിടെ നമ്മൾ അറേ ഉള്ളതെന്ന് പറഞ്ഞാൽ 1, 2, 3 ആണ്. അതായത് 1ന്ന് തുടങ്ങിയാൽ എനിക്ക് നെക്സ്റ്റ് റോബ് ചെയ്യാൻ പറ്റുന്നത് 3 ആണ്. അതുപോലെ തന്നെ നമുക്ക് 1ന്ന് തുടങ്ങിയാൽ വേറെ റോബ് ചെയ്യാൻ പറ്റുന്നത് 1 ആണ്. ഒന്നെങ്കിൽ 3ൽ റോബ് ചെയ്യാം, 1ന്ന് തുടങ്ങി 3ന്ന് റോബ് ചെയ്യാം, അല്ലെങ്കിൽ 1ന്ന് തുടങ്ങി നമുക്ക് ഈ 1ൽ റോബ് ചെയ്യാം. അത് ഈ 1ലോട്ട് റോബ് ചെയ്യാം. ഒന്നെങ്കിൽ 3ലോട്ട്, അല്ലെങ്കിൽ ആ 1ലോട്ട്. ഇത് ഈ ഓപ്ഷൻ ഉണ്ട്. പിന്നെ 2ന്ന് ഞാൻ റോബ് ചെയ്ത് തുടങ്ങിയാൽ എനിക്ക് നെക്സ്റ്റ് ഉള്ള ഓപ്ഷൻ എന്താ? 2 കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു 1ന്ന് മാത്രമേ റോബ് ചെയ്യാൻ പറ്റൂ. അപ്പം 2ന്ന് തുടങ്ങി ഞാൻ 1ലോട്ട് പോയി. 2ന്ന് തുടങ്ങി എനിക്ക് 1ലോട്ട് മാത്രമേ പോകാൻ പറ്റൂ. പിന്നെ ഒരു ഓപ്ഷൻ ഇല്ല അവിടെ നിന്ന്. അപ്പം ഈ ഒരു ഹൗസ് എൻഡ് ചെയ്ത് അപ്പം ഇവിടെ എനിക്ക് പറ്റത്തില്ല, അവിടെ ക്ലോസ്. ഇനി ഞാൻ 3ന്ന് ഇനി അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, അവിടെ നമുക്ക് ക്ലോസ് ആയി. ആ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റോപ്പ്. ഇതൊരു ഡിസിഷൻ മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ 1ന്ന് തുടങ്ങിയാൽ പിന്നെ അങ്ങോട്ടും സ്ഥലമില്ല, അപ്പൊ അതും ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ നിന്നെല്ലാം മാക്സിമം കിട്ടിയത്. ഇപ്പൊ ഇവിടെ നിന്ന് മാക്സിമം കിട്ടിയത് 1, 3. അതായത് നമുക്ക് 4 ആണ് ഇവിടെ നിന്ന് മാക്സിമം കിട്ടിയത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് മാക്സിമം കിട്ടിയത് 1, അതാണ്ട് 1, 1. അതായത് നമുക്ക് 2 ആണ് മാക്സിമം കിട്ടിയത്. അതുപോലെ തന്നെ
ഇവിടെ നിന്ന് മാക്സ് കിട്ടിയത് നമുക്ക് 3 ആണ്. അപ്പം ഇതിൽ എല്ലാത്തിൽ നിന്നും മാക്സിമം കിട്ടിയത് ഏതാണ്? നമുക്ക് 4 ആണ് കിട്ടിയത്. അപ്പം ഈ 4 ആണ് നമുക്കുള്ള മാക്സിമം വാല്യൂ. നമുക്ക് ഈ ആൻസർ ഇവിടെ കൊടുത്തിരിക്കുന്ന 4 ആണ്. അപ്പം 1 + 3 4 ആണ് നമുക്ക് ഈ ഒരു റോബറിയിൽ നിന്ന് മാക്സിമം കിട്ടിയേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഇത് ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്ന നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയാണ്. അപ്പം നമ്മൾ ഡൈനാമിക് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോണത്. ഡൈനാമിക് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്ത് നമുക്ക് ഇതിന്റെ ടൈം കോമ്പസിറ്റീവ് എന്ന O(n²). അപ്പൊ അത് നല്ല ടൈം വരുന്നത്. അപ്പം നമ്മൾ ഏറ്റവും ഈസി വേയിലാണ് ചെയ്യാൻ പോണത് ഡൈനാമിക് പ്രോഗ്രാമിംഗ് വെച്ചാണ് നമ്മൾ ഇത് ചെയ്യാൻ പോണത്. അത് നമുക്ക് ഒരു 2 വേരിയബിൾ വെച്ച് നമുക്ക് വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യനെ നമ്മൾ ഈസി വേയിൽ സോൾവ് ചെയ്യുന്നത്. അതാണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ്. അതൊക്കെ ഡൈനാമിക് പ്രോഗ്രാമിംഗ് വെച്ചാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോണത്. അപ്പം അത് വെച്ച് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളുടെ പുതിയൊരു അറേ എടുത്ത ഇതായത് 1 ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഫസ്റ്റ് എലമെന്റ് 1, നമ്മളെ സെക്കൻഡ് എക്സാമ്പിൾ ആണ് നമ്മളുടെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. 2 ഉണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് 4 ആണ് അതില്. പിന്നെ വരുന്നത് ഒരു 1 ഉണ്ട്. പിന്നെ 6, പിന്നെ ഒരു 1. ഇതാണ് നമ്മൾ ഡൈനാമിക് പ്രോഗ്രാം എങ്ങനെ വർക്കാവുന്നതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇപ്പൊ ഈ 1 വെച്ച് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ഇതിന്റെ മുമ്പൊന്നും ഇല്ലല്ലോ. ഇതാണോ മാക്സിമം, ഇതിന് മുമ്പുള്ളതാണ് മാക്സിമം എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പം ഈ 1 ആണ്, ഇതിന് മുമ്പൊന്നും ഇല്ല, ഇത് 1 ആണ് മാക്സിമം. പിന്നെ നമ്മൾ ഈ 2-ലോട്ട് നോക്കി. ഈ 2-ൽ നോക്കാൻ നേരത്ത് ഈ 2 ആണോ മാക്സിമം, ഇതിന് മുമ്പുള്ളതാണോ മാക്സിമം നോക്കും. അപ്പൊ ഈ 2 ആണ് മാക്സിമം. ഇനിയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഇതിന്റെ ബാക്കിലുള്ളതാണോ മാക്സിമം, ഇതാണോ മാക്സിമം ആണ് നോക്കിയത്. ഇനി നമ്മൾക്കുള്ള ഓപ്ഷൻ ഈ 4 ആണോ മാക്സിമം, അതോ ഈ 4 ആണോ മാക്സിമം, അതാ ഈ 4 + 1 ആണോ മാക്സിമം, അങ്ങനെയാണ് നോക്കുന്നത്. ഇത് തൊട്ട് മുമ്പുള്ള ഈ 1 ഇത് വെച്ചാൽ ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൽ ഓപ്ഷൻ ഉള്ളു. അതായത് നമുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ നിന്ന് റോബ് ചെയ്ത് തുടങ്ങിയാൽ ഈ 4 റോബ് ചെയ്യാൻ പറ്റും. ഇനി 2 റോബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 1 റോബ് ചെയ്യാൻ പറ്റും. അപ്പൊ 2 + 1 3 കിട്ടും, ഇവിടെ 5 കിട്ടും. അതുപോലെ തന്നെ നമ്മൾ 4 റോബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടും 4 റോബ് ചെയ്താൽ നമുക്ക് 6 ഉള്ളു. അപ്പൊ അങ്ങനെ റോബ് ചെയ്യുന്ന നമുക്ക് ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് യൂസ് കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് ഡൈനാമിക് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഡൈനാമിക് പ്രോഗ്രാമിൽ എങ്ങനെ വർക്കാണെന്ന് പറഞ്ഞു തരാണ്. അപ്പം ഈ 4 + 1 ആണോ മാക്സിമം, അതോ ഈ 2 ആണോ മാക്സിമം നോക്കൂ. അപ്പൊ ഈ 4 + 1 അല്ലേ മാക്സിമം. അപ്പം അത് എത്രയാണ്? 5. ഈ 5 ഞാൻ ഇവിടെ എഴുതി. നെക്സ്റ്റ് ഞാൻ നോക്കാൻ പോണത് ഈ 1 ആണോ മാക്സിമം, അതോ ഈ 1 + 2 ആണോ മാക്സിമം, ഈ 5 ആണോ, അതായത് ഈ 5 ആണോ മാക്സിമം, ഈ 1 + 2 ആണോ മാക്സിമം നോക്കാം. അപ്പം 1 + 2 എത്രയാണ്? 3 ആണോ മാക്സിമം, അതോ ഈ 5 ആണോ മാക്സിമം? 5 ആണ് മാക്സിമം. ആ 5 നമ്മൾ ഇവിടെ തന്നെ എഴുതി. ഇതൊന്നും നമുക്ക് ഇനി ആവശ്യം വരുന്നില്ല. നമുക്ക് 2 വേരിയബിൾ വെച്ചാണ് നമ്മൾ ചെയ്തു പോകണം. അപ്പൊ 2 വേരിയബിൾ മതി. അതായത് ഞാൻ ഇതിന്റെ അവസാനം പറഞ്ഞുതരാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ 5 ആണോ മാക്സിമം, അതോ ഈ 6 + 5 ആണോ മാക്സിമം. തൊട്ട് മുമ്പുള്ള ഈ 6 + 5 ആണോ മാക്സിമം, ഇത് 5 ആണോ മാക്സിമം. ഇത് വെറും 5 അല്ലേ. ഇപ്പൊ നമുക്ക് ഇത് വേണ്ട. ഈ 6 + 5 ആണ് മാക്സിമം, അതായത് 11. അതാണ് മാക്സിമം. ഇനി നമ്മൾ വരുന്നത് ഈ 1 + 5 ആണോ മാക്സിമം, അതോ 11 ആണോ മാക്സിമം നോക്കുക. 11 ആണ് മാക്സിമം. അപ്പൊ 11 എടുത്ത് എഴുതി. അപ്പൊ നമുക്ക് ഇതിൽ ഏറ്റവും മാക്സിമം കിട്ടിയേക്കുന്നത് 11 ആണ്. അപ്പൊ ഇതാണ് ഇതിലെ മാക്സിമം പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നത്. ഇത് കൺഫ്യൂഷൻ ആണെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായി കാണത്തില്ല. ഇത് നമുക്ക് ഇത്രയും മതി. അതായത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് മതി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇനി ആവശ്യമില്ലെങ്കിൽ വെട്ടിക്കളയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു 2 പോയിന്റർ മതി. ഈ ഒരു 5ഉം ഈ ഒരു 11ഉം മതി. ഈ 2 വേരിയബിൾ യൂസ് ആണ് ചെയ്യുന്നത്. അതായത് റോബ് 1ഉം, ഇത് റോബ് 1, ഇത് റോബ് 2. ഈ ഒരു 2 കാര്യങ്ങൾ നമുക്ക് മതി. ഈ 2 വേരിയബിൾ മതി. ഇത് നമ്മൾ ഇങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് വരെയാണ്. ഇത് കളഞ്ഞാൽ നമുക്ക് ഇത് ആവശ്യമില്ല. ഈ സാധനങ്ങൾ ഇത്രയും വെട്ടിക്കളവും.
അപ്പോൾ ഇത് ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ. ഇപ്പോൾ നമുക്ക് നമ്മളുടെ അറേ എടുത്ത 1 ഉണ്ട്, 2 ഉണ്ട്, പിന്നെ 4 ഉണ്ട്, പിന്നെ 1 ഉണ്ട്, പിന്നെ ഏതാണ് 6 ഉണ്ട്, പിന്നെ 1 ഉണ്ട്. അപ്പം ഇത് ഞാൻ ക്ലോസ് ചെയ്ത്, ഇത് ക്ലോസ് ചെയ്ത്, ഇത് ക്ലോസ് ചെയ്ത്, ക്ലോസ് ചെയ്ത്. അപ്പൊ നമ്മൾ 1ൽ നിന്ന് തുടങ്ങി. ഇത് 1ന് മുമ്പ് ഒന്നുമില്ല, കാലിയാണ്. അപ്പൊ 1 തന്നെയാണ് മാക്സിമം. നമ്മൾ 1 തൊട്ട് തുടങ്ങി. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത് ഈ 1 ആണോ മാക്സിമം അതോ ഈ 2 ആണോ? അപ്പൊ ഈ 2 ആണ് മാക്സിമം. അപ്പൊ നമ്മൾ ആ 2 എടുത്തങ്ങ് എഴുതി. ഇനിയാണ് ചെക്ക് ചെയ്യാൻ പോണത്. ഇതിന് മുമ്പ് ഈ 2 ചെക്ക് ചെയ്യാൻ നേരത്ത് 2 ആണോ മാക്സിമം, 2 പ്ലസ് ഇതിന് മുമ്പൊന്നും ഇല്ലല്ലോ, അതാണ് നമ്മൾ നോക്കുന്നത്. 2 പ്ലസ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഈ 1 ആണോ മാക്സിമം, ഈ വെറും 2 ആണോ മാക്സിമം നോക്കി. 2 ആണ് മാക്സിമം, അതെഴുതി. പിന്നെ നമ്മൾ ഈ 4 ആണോ മാക്സിമം, അല്ല 4 അല്ല, ഈ 2 ആണോ മാക്സിമം അതോ ഈ 4 പ്ലസ് 1 ആണോ മാക്സിമം, ഈ 2 ആണോ മാക്സിമം, 4 പ്ലസ് 1 ആണോ മാക്സിമം എന്നാണ് നോക്കുന്നത്. ഇതിന്റെ ഈ 2 നോക്കാൻ നേരത്തെ നമ്മൾ ഇത് മാത്രം നോക്കിയെന്ന് വിചാരിച്ചാൽ, ഈ 2 മാത്രം നോക്കിയെന്ന് വിചാരിച്ചാൽ ഈ 2ന് മുമ്പ് ഒന്നും, ഈ 1ന് മുമ്പ് ഒന്നുമില്ല. നമ്മൾ അതിന്റെ മുമ്പുള്ളതല്ലേ എടുക്കേണ്ടത്. ഇവിടെ നിന്ന് തുടങ്ങിയ പിന്നെ ഇതല്ലേ എടുക്കാൻ പറ്റും. അതുപോലെയാണ് ഇതും. അതായത് ഈ 4 ആണോ 4 പ്ലസ് 1 ആണോ മാക്സിമം, ഇത് രണ്ടും ആഡ് ചെയ്താലാണോ മാക്സിമം അതോ ഈ 2 ആണോ, തൊട്ട് മുമ്പുള്ള ഈ 2 ആണോ മാക്സിമം നോക്കും. ഈ 4 പ്ലസ് 1 ആണ് മാക്സിമം, അതായത് 5. ആ 5 നമ്മൾ ഇവിടെ എടുത്ത് എഴുതി. അതുപോലെ തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ്, ഈ 5 ആണോ മാക്സിമം അതോ ഈ 1 പ്ലസ് 2 ആണോ മാക്സിമം. ഈ 5ന് തൊട്ട് മുമ്പുള്ള ഈ 1 പ്ലസ് ഇത് രണ്ടും കൂടെ കൂട്ടിയാലാണോ മാക്സിമം അതോ ഈ 5 ആണോ മാക്സിമം. 5 ആണ് മാക്സിമം, 5 തന്നെ എടുത്ത് നമ്മൾ എഴുതി, മാറ്റിയില്ല. ഇത് മാക്സ് ഓഫ് നമ്മൾ രണ്ടും ചെക്ക് ചെയ്താണ് നോക്കുന്നത്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഈ 5 ആണോ മാക്സിമം, അതായത് ഈ 5ന് തൊട്ട് മുമ്പുള്ള നമുക്ക് നേരത്തെ കിട്ടിയ റോബ് 2, റോബ് 1 റോബ് 2 ഉണ്ട്. ഈ റോബ് ഇതാണോ മാക്സിമം നോക്കും. 6 പ്ലസ് 5 ആണോ മാക്സിമം നോക്കും, അല്ലെങ്കിൽ ഈ 5 ആണോ മാക്സിമം നോക്കും. അപ്പൊ നമുക്ക് 6 പ്ലസ് 5 ആണ് മാക്സിമം. ഇത് വെറും 5 അല്ലേ, അപ്പം 11 എടുത്തെഴുതും. ഇപ്പൊ നമുക്ക് 11 ആണ് കിട്ടുന്നത്. 6 പ്ലസ് 1 11. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ 1 പ്ലസ് ഈ 5 ആണോ മാക്സിമം, ഈ കിടക്കുന്ന 11 ആണോ മാക്സിമം. നമുക്ക് കിട്ടുന്ന ഈ 11 അല്ലേ മാക്സിമം, അതെടുത്ത് എഴുതി. ഇത്രയും ഉള്ളൊരു ക്വസ്റ്റ്യൻ. നമ്മൾ മാക്സിമം ഡൈനാമിക് പ്രോഗ്രാമിംഗിൽ വെറും 2 വേരിയബിൾ യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. റോബ് 1 നമുക്ക് ഈ 2 സാധനങ്ങൾ മതി ഇവിടെ, റോബ് 1ഉം റോബ് 2 ആയിട്ട്. ഈ സാധനങ്ങൾ വേണ്ട, നമ്മളിപ്പം വെട്ടിക്കളയും, അത് എടുത്ത് കളയാണ്, കഴിഞ്ഞാൽ എടുത്ത് കളയാണ്, ആവശ്യമില്ല. റോബ് 2 ഇൻക്രിമെന്റ് ചെയ്ത് റോബ് 1 ഇൻക്രിമെന്റ് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ്. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ബേസിക് കോൺസെപ്റ്റ്. അപ്പം ഇത് വളരെ ഈസിയാണ്. ഇതേ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്ത് നമ്മൾ ഈ ഡൈനാമിക് പ്രോഗ്രാമിന്റെ ഇതേ കോൺസെപ്റ്റ് യൂസ് ചെയ്ത് ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് ലീക്കോഡിലുണ്ട്. റോബ് 1 റോബ് 2 ഒക്കെ ഉണ്ട്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ യൂസ് ചെയ്താൽ നമുക്ക് വളരെ യൂസ് ആണ്. അപ്പൊ ഈ 5ഉം ഈ 11 മതി. ഇത് റോബ് 1 ആയിട്ട് എടുക്കും, റോബ് 1, ഇത് റോബ് 2 ആയിട്ട് എടുത്തങ്ങ് നമ്മൾ ചെയ്ത് പോയാണ്. ഇത്രയുള്ളൊരു കാര്യം. റോബ് 2 ഇങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് നെക്സ്റ്റ് വരും. ഈ നമ്മളെ കറണ്ട് വാല്യൂ ആണോ അതോ അതേ പ്ലസ് മുമ്പത്തുള്ള വാല്യൂ ആണോ എന്ന് നോക്കി അങ്ങ് പോവുകയാണ്. ഇത്ര ഒരു കാര്യം. അതാണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നതിന്റെ. പിന്നെ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്തുവാന്ന് വെച്ചാൽ, നമുക്ക് ടൈം കോംപ്ലക്സിറ്റി എന്തുവരുമെന്ന് വെച്ചാൽ O of n ആണ്. ഈ നമുക്ക് ഈ 2 വേരിയബിളിൽ യൂസ് ഉള്ളു. പിന്നെ O of n വരത്തുള്ളു. പിന്നെ ഒരു ലൂപ്പിലിട്ട് ചെക്ക് ചെയ്ത് ഈ ഒരു ടൈം കോംപ്ലക്സിറ്റി നമുക്ക് ഇത്രേ വരത്തുള്ളൂ. അതുപോലെ തന്നെ സ്പേസ് കോംപ്ലക്സിറ്റി നമുക്ക് വലിയ സ്പേസ് ഒന്നും വരത്തില്ല. മീൻസ് സ്പേസ് കോംപ്ലക്സിറ്റി ആണ് 2 വേരിയബിൾ യൂസ്. സ്പേസ് കോംപ്ലക്സിറ്റി നമുക്ക് വരുന്നത്, സ്പേസ് നമുക്കൊന്നും ആവശ്യം വരുന്നില്ല, നമുക്ക് O of 1 ആണ്. ടൈം കോംപ്ലക്സിറ്റി O of n, സ്പേസ് O of 1 ആണ് നമുക്ക് വരുന്നത്. അപ്പം നമുക്ക് നേരത്തെ വന്നത് നമ്മൾ സാധാ കോംപ്ലിക്കേറ്റഡ് ഫസ്റ്റ് നമ്മളെ ഡിസിഷൻ മേക്കിംഗ് വേണ്ടി ചെറിയ രീതിയിൽ ചെയ്താൽ നമുക്ക് വരുന്നത് O of 2n ഒക്കെയാണ്. അപ്പം അതൊരു വലിയ വാല്യൂ ആണ്. അപ്പം അത് നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ഡൈനാമിക് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്ത് വളരെ എളുപ്പത്തിൽ ചെയ്തത്. ഇത് ഞാൻ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇവിടെ നിന്ന് തുടങ്ങുകയാണെങ്കിൽ പ്രോഗ്രാമിംഗ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. പ്രോഗ്രാമിംഗ് നമുക്ക് ഫസ്റ്റ് ഞാൻ ജാവയിലാണ് ചെയ്യുന്നത്. ജാവ ചെയ്യുന്നത് നമ്മൾ ക്ലാസ് പ്രിപ്പയർ ചെയ്തതിനു ശേഷം ഒരു അറേ വേണം. നംസ് എന്ന് പറഞ്ഞ അറേ ഉണ്ട്. നമ്മൾ ലെങ്ത് കൊടുക്കുക. നംസിന്റെ ലെങ്ത് n നംസ് ഓഫ് ലെങ്ത്, അതായത് ഈ ഒരു അറേയുടെ ഫുള്ള് ലെങ്ത്. അതായത് നമ്മളെ ഹൗസസ്, ഈ അറയ്ക്കകത്താണ് നമ്മൾ ഹൗസ് ഇരിക്കുന്നത്. ഹൗസ് 1 2 3 മനസ്സിലേക്കാണോ അല്ലേ.
അപ്പൊ ആ ഹൗസ് ലെങ്ത് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വരുന്നത് n=0 ആണെങ്കിൽ, നമ്മൾ അറേ ലെങ്ത് 0 ആണെങ്കിൽ പിന്നെ ഇത് ചെക്ക് ചെയ്യുന്ന റിട്ടേൺ 0 കൊടുത്താൽ പോരെ, അത് ക്ലോസ് ചെയ്തോളാം. ഹൗസ് റോബ് റിട്ടേൺ 0. നെക്സ്റ്റ് ഹൗസിന്റെ എണ്ണം 1 ആണെങ്കിൽ നമ്മൾ നംസ് ഓഫ് 0 എണ്ണം കൊടുക്കും. അതാണ് നമ്മളുടെ കാര്യം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് create an array of size n where d of I represent maximum money you can rob house 0 to I. അതായത് 0 തൊട്ട് I വരെ നമ്മൾ പോയ ഈ ഇതിന്റെ എൻഡ് വരെ, നമ്മളുടെ ഹൗസിന്റെ എൻഡ് വരെ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് മാക്സിമം, അതാണ് നമ്മൾ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് d of 0 equal to m of 0 if only one house exit 0 exit. പിന്നെ from house 0 and house 1 choose the rich one. ഹൗസ് 0, അതായത് നമ്മളുടെ ഫസ്റ്റ് നമ്മൾ പറയുമ്പം ഇവിടെ 1 ഉണ്ട് 2 ഉണ്ട്. ഈ 1 ആണോ മാക്സിമം 2 ആണോ മാക്സിമം, ഏതാ റിച്ച് അതെടുക്കുക. പിന്നെ ലൂപ്പിങ്ങിന് നമ്മൾ ചെക്ക് ചെയ്യും എവരി ഹൗസ്, അതായത് I=2 ഇട്ട് തുടങ്ങും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തതിന്, അതുകൊണ്ടാണ് നമ്മൾ I2 ഇട്ട് തുടങ്ങുന്നത്. 1ഉം 0യും നമ്മൾ ചെക്ക് ചെയ്ത്, അതുകൊണ്ടാണ് 0യും 1ഉം array of 0യും 1ഉം ചെക്ക് ചെയ്തതിന് കൊണ്ടാണ് നമ്മൾ 2 ആയിട്ട് തുടങ്ങുന്നത്. ഇപ്പൊ for I I=0 I less than n I++, അതായത് നമ്മളുടെ ഈ ഒരു ഹൗസിന്റെ ലാസ്റ്റ് വരെ നമ്മൾ പോവും. അതിനുശേഷം മാക്സ് ഓഫ്, ഞാൻ നേരത്തെ പറഞ്ഞ ആ കോൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. മാക്സ് ഓഫ് d of I അപ്ഡേറ്റ് ആവും. നമുക്ക് ഈ രണ്ട് വേരിയബിൾ മതി. d of I എന്ന് പറഞ്ഞാൽ മാക്സ് ഓഫ് I-1 അല്ലെങ്കിൽ നമ്മളുടെ മുമ്പുള്ള ഈ നം ഓഫ് I പ്ലസ് അതിന് തൊട്ട് മുമ്പുള്ള വാല്യൂ, അതായത് 2, ഒരു 2 മൈനസ് ചെയ്തത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഇവിടെ ഒരു 1 ഉണ്ട്, നമുക്ക് 5ഉം കിട്ടി. ഇവിടെ നമുക്ക് 5 കിട്ടിയെന്ന് പറഞ്ഞില്ലേ, ഒരു 5ന്റെ ഇത് വെച്ച് നമ്മൾ ചെയ്ത്, നമ്മൾ ഇവിടെ ഒരു 6 ആയിരുന്നു. ആ 6 ആണോ ഈ 5 ആണോ മാക്സിമം, അതോ 6 പ്ലസ് ഈ 5 ആണോ, അതായത് 2 മൈനസ് 2 I-2 ഇതിന്റെ തൊട്ട് മുമ്പുള്ള ഈ രണ്ടും കൂടെ പ്ലസ് ചെയ്താലാണോ മാക്സിമം, ഈ കിടക്കുന്നതാണോ മാക്സിമം ആണെന്ന് നമ്മൾ ചോദിച്ചത്. അതാണ് ഇവിടെ കിടക്കുന്നത്. ഈ d of I ആണ് നമ്മൾ കിടക്കുന്നത്. ഈ 5 ആണോ മാക്സിമം, അതിന് തൊട്ട് മുമ്പുള്ള 5 ആണോ മാക്സിമം, അതേ +1 6 + 5 ആണോ മാക്സിമം, അതാണ് ഇവിടെ കിടക്കുന്നത്. ഞാൻ നേരത്തെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്ത അതേ സാധനമാണ് ഇവിടെ കിടക്കുന്നത്, പ്രോഗ്രാമിംഗിൽ എഴുതിയേക്കുന്നത്. യു ഹാവ് ടു ചോയ്സ്, കീപ് ദ ഹൗസ് d-I, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടുക. നമ്മളെ കിടക്കുന്നതാണോ തൊട്ട് മുമ്പ് കിടക്കുന്നതാണോ, തൊട്ട് മുമ്പ് +2, ഇപ്പൊ കറന്റ്ലി വന്ന ഹൗസ് ആണോ, ഹൗസ് പ്ലസ് മുമ്പുള്ള ഹൗസ് +1 ആണോ, പ്ലസ് ആണോ മാക്സിമം, ഇതിനൊന്നും കൂടെ കൂട്ടിയാലുള്ള മാക്സിമം, അത് ഇതാണ്. അതിന്റെ രണ്ടെങ്കിലും മാക്സ് എടുക്കും. മാക്സ് ഓഫ് math.max എന്ന് പറഞ്ഞ് ഇത് വെച്ച് നമ്മൾ ചെക്ക് ചെയ്യും. ടേക്ക് മിനിമം ഓഫ് 2. അപ്പം മാക്സിമം ഓഫ് ദ 2, ഇപ്പൊ മാക്സിമം എടുക്കും. അതായത് ഞാൻ ഇവിടെ ഫുൾ എക്സ്പ്ലെയിൻ, നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ആ ഒരു ക്വസ്റ്റ്യൻ. ഇപ്പൊ നമുക്ക് ഇവിടെ 2 മാക്സിമം ആണോ എന്ന് ചെക്ക് ചെയ്തു. 2 വെച്ച് തുടങ്ങി. 2 ആണോ മാക്സിമം, അതിന് തൊട്ട് മുമ്പിലാണ് 2 ആണ് മാക്സ്, 2 ആണ് ഇവിടെ 2 ഉള്ളത്, അത് വെച്ച് തുടങ്ങി. പിന്നെ 7 ആണോ മാക്സിമം, അതോ ഈ 2 ആണോ മാക്സിമം, 7 ആണ് മാക്സിമം, 7 എടുത്ത് എഴുതി. പിന്നെ നമ്മൾ ഈ 9 ആണോ മാക്സിമം, ഈ 7 ആണോ മാക്സിമം, ഈ 9 + 2 ആണോ മാക്സിമം നോക്കും. 7 ആണോ, അതാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്തത്. ഈ 7 ആണോ മാക്സിമം, 9+, അതായത് ഈ 9+ നം ഓഫ് I പ്ലസ് ഈ d of I, ഇതാണ് d of I വെച്ചാണ് നമ്മൾ തുടങ്ങുന്നത്. ഈ d of I ആണോ, I-2, അതായത് ഇതാണോ മാക്സിമം, ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യാനാണോ മാക്സിമം, ഈ കിടക്കുന്ന 7 ആണോ മാക്സിമം ആണ് ചെക്ക് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് തന്നെ ഈ വർക്ക് ചെയ്ത് പോണത്, അത് ചിന്തിച്ചാൽ മതി. അതുപോലെ ഇതും ചെക്ക് ചെയ്യും. ഈ 3 ആണോ മാക്സിമം, ഇതാ ഈ 3+ ഈ കിടക്കുന്ന മുമ്പുള്ളതാണോ മാക്സിമം. ഇപ്പൊ നമ്മൾ 9+2 നോക്കിയില്ലേ, 9+2 11 ഉണ്ട്. ആ 11 ആണോ മാക്സിമം, അതോ ഈ 3+7 ആണോ മാക്സിമം നോക്കും. നമുക്ക് 3+7 എല്ലാം 11 ആണ് മാക്സിമം, അങ്ങനെയാണ് പോണത്. ഇപ്പൊ മനസ്സിലായി കാണൂല്ലേ. 0 തൊട്ട് തുടങ്ങും. നംസ് ഓഫ് 2 ആണ്. 2 തന്നെയാണ്, ഫസ്റ്റ് ഒന്നുമില്ല. ആ 2 വെച്ച് തന്നെ തുടങ്ങും. ഫസ്റ്റ് ഇവിടെ 2 തന്നെയാണ്, 2 തുടങ്ങും. പിന്നെ 7 തന്നെയാണ്. 7 ഇനി മുമ്പോട്ട് പ്ലസ് ചെയ്യാനൊന്നും ഇല്ലല്ലോ. -2 ആയിട്ട് പ്ലസ് ചെയ്യാനൊന്നും. ഇവിടെ വെച്ചല്ലേ നമ്മൾ പിന്നെ പ്ലസ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ വെച്ച് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു അല്ലാണ്ട് 11 കിട്ടിയെന്ന് പറഞ്ഞു. 11 കിട്ടി. അതുപോലെ തന്നെ നെക്സ്റ്റ് 3 വെച്ച് നോക്കി. ലൂപ്പിങ്ങിന്റെ വർക്കിംഗ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ 11ഉം 10+
ഈ 7+3 ആണോ മാക്സിമം, ആ കിടക്കുന്ന മുമ്പ് കിടക്കുന്ന 11 ആണോ മാക്സിമം, ഈ കിടക്കുന്ന 11 ആണോ മാക്സിമം നോക്കും. അപ്പോൾ 11 ആണ് മാക്സിമം, 11 തന്നെ എഴുതും. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ 1+7 ആണോ 11 ആണോ മാക്സിമം, സോറി, ആ 1+11 ആണോ മാക്സിമം അതോ ഈ കിടക്കുന്ന 11 ആണോ മാക്സിമം എന്ന് നോക്കും. 11 തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ഈ കിടക്കുന്ന 11 ആണോ മാക്സിമം, 1+11 ആണോ മാക്സിമം നോക്കും. 1+11 ആണ് മാക്സിമം, അപ്പോൾ 12 എടുത്തെഴുതി. 12 ആണ് നമ്മളുടെ ഈ ഒരു ഹൗസ് റോബറിലെ 12 മാക്സിമം. ഇത്ര നട്ടെങ്കിൽ ഹൗസിൽ നമുക്ക് മാക്സിമം റിട്ടേൺ ആൻസർ റിട്ടേൺ ചെയ്യും. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാകാൻ വിചാരിക്കുന്നു. DF5 യൂസിങ് DF0 and DF5 സെറ്റ് യു ക്യാൻ കമ്പ്യൂട്ട് DF2 യൂസിങ്. ഇതൊക്കെ ഞാൻ ഇതിൻ്റെ ഈ PDF ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഫിറ്റ്നയുടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എടുത്ത് നോക്കാൻ ചെക്ക് ചെയ്യാം. ഇത് ഇത്രയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത അതേ കാര്യമാണ്. എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ, മനസ്സിലായി കാണുമല്ലോ. 7 ആണോ മാക്സിമം, 9+2 ആണോ 11, അതുപോലെ 11 ആണോ 3+ ആണോ, അങ്ങനെ പറഞ്ഞ അതേ അറേയുടെ ലൂപ്പ് വർക്കിംഗ് ആണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോഗ്രാമിങ്ങിലോട്ട് പോവാം. പ്രോഗ്രാം എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പം സെറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ പ്രോഗ്രാം. ഫസ്റ്റ് റിലാക്സ്, എൻജോയ് ദ ഷോ എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻജോയ് ദ പ്രോഗ്രാം. അപ്പം പ്രോഗ്രാം എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഓപ്പൺ ഇന്റൽ ജെ IDE ആൻഡ് കോഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തതിനു ശേഷം നമുക്കൊരു ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഞാൻ പബ്ലിക് int prop, ഞാൻ പ്രോഗ്രാം മൊത്തം കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം പ്രോഗ്രാം അല്ല ഇൻറ്റ് നമുക്കൊരു അറേ വേണം. നമ്മൾ അറേ പാസ് ചെയ്യുക, ഈ ഫംഗ്ഷനിലോട്ട് അറേ പാസ് ചെയ്യുക. അറേ ഓഫ് നംസ് എന്ന് പറഞ്ഞ അറേ. നെക്സ്റ്റ് എന്താണ് റിവർ, ഓക്കെ. നമുക്ക് നംസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റ് n = നംസ് ഓഫ് ലെങ്ത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് n = നംസ് ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം n നംസ് ഓഫ് ലെങ്ത് ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ബേസ് കേസ് ആണ്. ബേസ് കേസ് എന്ന് പറഞ്ഞാൽ ഇഫ് n = 0 ആണെങ്കിൽ നമുക്ക് വേണ്ട 0 എലമെന്റ് റിട്ടേൺ കൊടുക്കുക, റിട്ടേൺ 0. അതുപോലെ തന്നെ ഇഫ് n = 1 ആണെങ്കിൽ റിട്ടേൺ നംസ് ഓഫ് 0. അറേയിൽ ഒരു എലമെന്റ് ഉള്ളെങ്കിൽ 0. അടുത്ത നെക്സ്റ്റ് കേസ് വരുന്നത് ഇൻറ്റ് നമുക്കൊരു അറേ വേണം ഇത് സ്റ്റോർ ചെയ്യാനായിട്ട്. ഒരു അറേ വേണം, അതായത് DP ഡൈനാമിക് പ്രോഗ്രാമിംഗ്. DP എന്ന് കൊടുത്തു ഞാൻ = ന്യൂ ഇൻറ്റ് ഓഫ് n. നമ്മൾ അറേ ഓഫ് ലെങ്തിൻ്റെ അത്രയും ഇതും പോകും, അത്രയും ലെങ്ത് ഇതിന് വേണം. ആ ലെങ്തിനകത്ത് കൊടുത്തു, അത്രയും ലെങ്ത് ഉള്ള ഒരു അറേ. പിന്നെ DP ഓഫ് 0 ഞാൻ 0 ആണെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തു നംസ് ഓഫ് 0 = നംസ് ഓഫ് 0 എന്ന് കൊടുത്തു, DP ഓഫ് 0. അതുപോലെ തന്നെ DP ഓഫ് 1 ഞാൻ DP ഓഫ് 1 = map dot max നംസ് ഓഫ് 0 ആണോ അതോ നംസ് ഓഫ് 1 ആണോ നോക്കും. അതവിടെ കഴിഞ്ഞു. നമ്മൾ റോബ് ചെയ്യുന്നത് മാക്സ് 1 ആണോ ഫസ്റ്റ് ആണോ അതോ സെക്കൻഡ് ആണോ നോക്കാം. റോബ് ചെയ്യുന്നത് മാക്സ് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നെയാണ്. അപ്പം റോബ് മാക്സ് 1 ആണോ, ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് only one റോബ് ആണ്, only ഫസ്റ്റ് റോബ്, അതായത് only ഫസ്റ്റ് ഹൗസ്. ഇത് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ മാക്സ് എന്ന്, ഫസ്റ്റ് ഹൗസ് ആണോ സെക്കൻഡ് ഹൗസ് ആണോ. നമുക്ക് ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഫോർ ഇൻറ്റ്
ഐ ഈക്വൽ ടു 2 തൊട്ടാണ് വെക്കുന്നത്. ഇവിടെ മറ്റേ രണ്ടും നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഈക്വൽ ടു 2 ഐ ലെസ് ദാൻ എൻ ഐ പ്ലസ് പ്ലസ് ഇൻക്രിമെന്റ് ആയി. നമ്മൾ പിന്നെ ഡി ഓഫ് ഐ നേരത്തെ ഞാൻ കാണിച്ചെന്ന അതേ കാര്യമാണ്. ഡി ഓഫ് ഐ ഈക്വൽ ടു ഡി എഫ് ഐ നമ്മൾ മാക്സ് എന്ന് പറഞ്ഞാൽ ഡി പി ഓഫ് സോറി ഇവിടെ ഡി പി ആണ്. ഡി പി ഇവിടെ ഡി പി ഓഫ് അതായത് നമ്മൾ തൊട്ട് മുമ്പ് കിടക്കുന്ന I-1 ആണോ, അതായത് തൊട്ട് മുമ്പ് കിടക്കുന്ന നമുക്ക് കിട്ടിയ ആൻസർ ആണോ ഡി പി ഓഫ് I-1 ആണോ മാക്സിമം, അതോ അതിന് മുമ്പുള്ളത് തൊട്ട് മുമ്പുള്ളത് I-1 ആണോ മാക്സിമം, അതോ അതിന്റെ തൊട്ട് മുമ്പുള്ളത് അതായത് നമ്മളെ പഴയ നമ്മളെ അറയിലെ ആ കിടക്കുന്ന നമ്മും നമ്മളെ ഡി പി എന്ന് പറഞ്ഞാൽ നമ്മൾ അടിയിൽ നമ്മൾ വരച്ചില്ലേ, അതായത് റൗണ്ട് ചെയ്ത് വെച്ചില്ലേ, ആ റൗണ്ടാണ് ഡി പി ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഡി പി നമ്മൾ ഓരോ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ലേ, അതില് തൊട്ട് ആ കിടക്കുന്ന ഡി പി ആണോ മാക്സിമം, അതിനും ആ ഡി പിക്ക് മുമ്പുള്ള അതായത് ഡി പി മൈനസ് അതായത് നം പ്ലസ് ഡി പി മൈനസ് 2 ആണോ മാക്സിമം നോക്കും. നംസ് ഓഫ് ഐ നമ്മൾ കറന്റ് നം എന്തുവാണ് അത് പ്ലസ് ആ നം ഓഫ് ഐ പ്ലസ് നമ്മളെ ഡി പി ഓഫ് I-2 ആണോ നോക്കാം. അതായത് തൊട്ട് മുമ്പുള്ള ഡി പി, അതായത് തൊട്ട് മുമ്പുള്ള ഞാൻ വരച്ച് പറഞ്ഞതേ എഴുതാണ്ടേ ഇവിടെ വരെയാണെങ്കിൽ ഇതാണ് നമ്മളുടെ ഡി പി. ഈ അടി കിടക്കുന്ന ഡി പി എന്ന് പറയുന്നത്. ഈ ഡി പിയില് ഇതാണ് നമ്മളെ നംസ് നമ്മൾ അറേ. ഈ കിടക്കുന്ന ഡി പി ആണോ മാക്സിമം, അതോ ഇതേ പ്ലസ് ഇതാണോ മാക്സിമം എന്നാണ് നോക്കുന്നത്. അങ്ങനെയാണ് നീ ചെക്ക് ചെയ്യുന്നത്. ഈ ഡി പി ആണോ മാക്സിമം, ഈ നംസ് പ്ലസ് ഈ ഡി പി ആണോ മാക്സിമം, DP-2 ഇതാണ് DP-2. ഇപ്പൊ ഇവിടെ ചെക്ക് ചെയ്യാൻ നേരത്ത് കാണണ്ടേ 6 ആണോ 6 പ്ലസ് ഈ 5 ആണോ മാക്സിമം, ഇതാണ് നമ്മൾ ഈ ഡി പി ആണോ മാക്സിമം, അതോ നമ്മളുടെ നംസ് പ്ലസ് ഈ ഡി പി ആണോ DP-2. ഇത് DP-1 ആണ് ഈ കിടക്കുന്നത്. DP-2 ആകുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ളത് ഇതാണോ മാക്സിമം എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിട്ട് അത് ഈ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഈ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പം ഈ ഒരു കാര്യം ചെക്ക് ചെയ്തതിനു ശേഷം നമുക്ക് റിട്ടേൺ ഡി പി കൊടുക്കണം. ഇത്ര കഴിഞ്ഞ് പോകാൻ കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. റിട്ടേൺ ഡി പി ഓഫ് I-N-1 ആൻസർ കൊടുത്തു. ഇത്ര തീർന്നു പ്രോഗ്രാം. റിട്ടേൺ ചെയ്തു ആൻസർ. മാക്സിമം മണി റിട്ടേൺ ചെയ്തു. ഹൗസസ് പോപ്പ് ചെയ്തത് മാക്സിമം മണി അറ്റ് ലാസ്റ്റ് ഹൗസ് തീർന്നു പ്രോഗ്രാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു അറേ കൊടുക്കണം. ഹൗസ് റോബർ ഞാൻ HR എന്ന് കൊടുത്തു. HR ന്യൂ ഹൗസ് റോബർ ഡിഫൈൻ ദ ഒബ്ജക്റ്റ് ഹൗസ് റോബറിനെ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ നേരത്തെ ഫംഗ്ഷൻ ഹൗസ് റോബർ ഡിഫൈൻ. പിന്നെ നമ്മളുടെ ഒരു അറേ ഡിഫൈൻ ചെയ്തിട്ട് നമ്മൾ അറേ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ ഇൻറ്റ് നംസ് എന്ന് പറഞ്ഞ അറേ ഈക്വൽ ടു ഞാനൊരു അറേ ഇവിടെ തന്നെ ഡിഫൈൻ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ യൂസറിനെ എൻ്റർ ചെയ്തിട്ട് ഇതൊക്കെ പോലെ 7 എന്ന് കൊടുത്തു. ഒരു 9 നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ കൊടുക്കാൻ നമുക്ക് എന്തുവാണെങ്കിലും കൊടുക്കാം. 1 എന്ന് കൊടുത്തു. ഈ ഒരു അറേതാണ് നമ്മൾ ഹൗസസ് ഹൗസ് 2 ഹൗസ് 7 ഹൗസ് 2 എന്ന് പറഞ്ഞാൽ ഹൗസിൽ പ്രോഫിറ്റ് അവിടത്തുള്ള പണം, ഇതവിടത്തെ രണ്ടാമത്തെ വീട്ടിലെ പണം, മൂന്നാമത്തെ വീട്ടിലെ പണം, എവിടെ നിന്നൊക്കെ പണം മുട്ടിച്ചാലാണ് കിട്ടുന്നത്. റോബറിയുടെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് അപ്പം ഇതൊരു കഴിഞ്ഞ് മാക്സിമം മണി റോബ്ഡ് സ്പേസ് പ്ലസ് HR ഓഫ് റോബ് ഓഫ് നംസ്. നമ്മുടെ ഈ നംസ്, അതായത് ഈ നംസ് മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ ഈ നംസിനെ ഈ ഒരു സാധനത്തിന്
അതായത് ഇതിലോട്ട് പാസ് ചെയ്ത് കൊടുത്ത് നമ്മൾ HR.rob പാസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരും. HR.rob എന്ന് പറഞ്ഞാൽ ഇതില് ഈ റോബിലോട്ട് വരും. ലെങ്ത് മനസ്സിലായിരിക്കുന്നു. ഇനി നമുക്ക് പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. ഇത്രയുള്ളൊരു പ്രോഗ്രാം. ഈ നംസിലോട്ട് നമ്മുടെ ഈ ഒരു നമ്പർ വന്നിട്ടുണ്ട്. ഇത്രയും നംസ് അവിടെ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യും. ഈ ലൂപ്പാണ് ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങളും ഇത്ര ലൂപ്പിൽ കൊണ്ട് തീർന്നു. ഇത്രയേ ഉള്ളൂ. ചെറിയ പ്രോഗ്രാമാണ്, വളരെ ചെറിയ, കുറച്ചേ ഉള്ളൂ. കാര്യമായിട്ട് പറഞ്ഞാണ്, അല്ലെങ്കിൽ കളികൾ പറഞ്ഞാൽ ചെറിയ പ്രോഗ്രാമാണ്. ഇത്രയുള്ള ചെറിയ ഒരു പ്രോഗ്രാം. ഇതിന്റെ കോൺസെപ്റ്റ് നമ്മൾ കുറെ യൂസ് ചെയ്യുന്നുള്ളൂ. ഈ ഒരു അത്യാവശ്യമുള്ള ഇത് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ അതിന് ഈസി ക്വസ്റ്റ്യൻസ് ആണ് ലീഡ് കോഡിലെ ക്വസ്റ്റ്യനിൽ എത്തിയിരിക്കുന്നത്. ഈസി ക്വസ്റ്റ്യൻ ആണിത്, വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ചെയ്തു നോക്കിയാൽ വളരെ ഈസിയാണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാകുന്നതായിരുന്നു. റൺ ആവാൻ ടൈം എടുക്കുന്നു. ഞാൻ സാധാരണ ഈ റണ്ണ് ഞാൻ എഡിറ്റ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. ഈ വീഡിയോ ഡയറക്റ്റ് ഞാൻ പബ്ലിഷ് ചെയ്യാണ്. അപ്പം ഈ റണ്ണായി തീർന്ന ഉടനെ ഞാൻ OBSലാണ് റെക്കോർഡ് ചെയ്യുന്നത്. OBSന്റെ രണ്ടറ്റം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നേരിട്ട് തന്നെ ഇടുകയാണ്. വേറെ പണിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ എല്ലാം നോയ്സ് എല്ലാം ക്ലിയർ ആക്കിയാണ് നമുക്ക് കാണണ്ടേ. എന്ന് പറഞ്ഞ സാധനം വോയിസ് ഒക്കെ പൊളിയാക്കി തരും. മാക്സ് 12 ആണ്. ആൻസർ കിട്ടിയണ്ട മാക്സ് 12. പ്രോഗ്രാം മനസ്സിലാകുന്നതായിരിക്കുന്നത് ഞാൻ സൂം ചെയ്ത് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയുള്ള നമ്മളെ പ്രോഗ്രാം വിജയിച്ചു. കംപ്ലീറ്റ് ചെയ്തു, വിജയിച്ചു. അപ്പം ഈ പ്രോഗ്രാം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയുള്ളു. എന്തെങ്കിലും മനസ്സിലാകുന്നെങ്കിൽ എൻ്റെ I=2 I ലെസ്താനും ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞ വർക്കിംഗ് മനസ്സിലാകുന്നത് സ്വന്തമായിട്ട് ചെയ്യാനുള്ളൂ. ഞാൻ വർക്കിംഗ് കണ്ടുപിടിച്ച് നേരെ ഡയറക്റ്റ് ജാവയിലങ്ങ് ചെയ്തു. വേറെ ഒരു പണി നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഞാൻ വർക്കിംഗ് മനസ്സിലായെങ്കിൽ ഇത് മനസ്സിലായി കാണും. നെക്സ്റ്റ് നിങ്ങൾ രണ്ടുമൊന്നും കേട്ടോ. ഈ ഒരു കാര്യം തന്നെ ഹൗസ് റോബർ 2 ഉണ്ട്. ഹൗസ് റോബർ 2 നെക്സ്റ്റ് വരുന്നുണ്ട്. അപ്പം ഹൗസ് റോബർ 2 വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പൊ എങ്ങനെ കാര്യം മനസ്സിലാക്കി കഴിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സിലൊക്കെ ഒന്ന് ചോദിക്കുക. അതുപോലെ തന്നെ മച്ചന്മാരെ, നിങ്ങൾക്ക് വെബ്സൈറ്റ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ, സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ വെബ്സൈറ്റ് ആണെങ്കിൽ നമ്മളുടെ കയ്യിലുണ്ട്. നമ്മൾ റെഡിയാക്കി തരും. ബെസ്റ്റ് വെബ്സൈറ്റ് നിങ്ങൾക്ക് ക്ലയൻസിന് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ അതേപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കും. ബാക്ക് ആൻഡ് ഫ്രണ്ട് ആൻഡ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്. ഓക്കെ, നിങ്ങൾക്ക് വെബ്സൈറ്റ് വേണമെങ്കിൽ കമന്റ് ചെയ്യുക. ഞാൻ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു തരും. എങ്ങനെ വെബ്സൈറ്റ് ഉണ്ടാക്കാനല്ല, ഞാൻ ഉണ്ടാക്കി തരും. നിങ്ങൾ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് തരും. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വളരെ അഫോർഡബിൾ ആയിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പം വെറുതെ ഇരിക്കാതെ കമന്റ് ചെയ്യും ഇങ്ങോട്ട്. ഒരു വെബ്സൈറ്റ് ഒക്കെ വേണ്ടേ? വെറുതെ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി നടന്നാൽ പോരല്ലേ? ഒരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഇന്റർനാഷണൽ ലെവലാകത്തുള്ളൂ. വെബ്സൈറ്റ് ഒക്കെ ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ട് വെറുതെ ഇരിക്കാതെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ അങ്ങോട്ട് പറഞ്ഞുവിടും. ഫ്രണ്ട്സുകൾ മീൻസ് നിങ്ങളുടെ വീട്ടിനടുത്ത് ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയ ആൾക്കാർക്കൊക്കെ അങ്ങോട്ട് പറഞ്ഞുവിടും നമ്മുടെ കാര്യങ്ങൾ. അപ്പം വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ അക്കൗണ്ട് ഫോളോ ചെയ്തേക്കോ. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു code.mrcode.com നിന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പം എല്ലാവരും ഫോളോ ചെയ്ത് വെച്ചേരെ. നിങ്ങൾക്ക് ആവശ്യം വരും. ആരും മറക്കണ്ട. അപ്പം എല്ലാവരും ഈ ഒരു കോൺസെപ്റ്റ് പ്രോഗ്രാം ഹൗസ് റോബ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് എൻ്റെ കൂടെ കൂടാം. നിങ്ങളെ ഞാൻ സെറ്റാക്കി തരും. ഇന്റർവ്യൂസ് സൂപ്പറായിട്ട് ക്രാക്ക് ചെയ്യുന്ന രീതിയിലാക്കി തരും. അപ്പം എന്താണ് വെറുതെ ഇരിക്കുന്നത്? അങ്ങോട്ട് ഇറങ്ങി ലീക്കോടൊക്കെ അങ്ങോട്ട് അടിച്ച് പറക്ക്, സെറ്റാവട്ടെ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. ഹേ യു, I am talking to you. If you have learned something new, then help you in 3 easy steps by smashing that like button, drop the comment down below and subscribe if did you like to become a fellow pro. Okay bro, bye. See you in the next video, Rob 2.